ചിലർ കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും, അവരുടെ സ്കിന്നൊക്കെ ഭയങ്കര രസമായിരിക്കും, അവരുടെ ഫീച്ചേഴ്സ് ഭയങ്കര രസമായിരിക്കും. പക്ഷേ അവർക്കൊരു പ്രോബ്ലം ഉണ്ടാവും. ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നൊരു പ്രശ്നം ഉണ്ടാവും. ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ വരുന്ന സമയത്ത് ഇവരുടെ ആ ഒരു ബ്യൂട്ടിയെ ഒന്ന് ഫെയ്ഡാക്കും. പക്ഷേ നമുക്ക് ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എങ്ങനെ മാറ്റാൻ പറ്റും നോക്കാം. അതിന് വേണ്ടത് ഫസ്റ്റ് കോഫി പൗഡർ എടുക്കുക. ഈ കോഫി പൗഡർ എന്ന് പറയുന്നത് ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ അത് ഭയങ്കരമായിട്ട് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരു 2 ടേബിൾ സ്പൂൺ കോഫി പൗഡർ എടുക്കാം. അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ ഹണി ആഡ് ചെയ്യാം. ഈ ഹണി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, സ്കിന്നിന് ഗ്ലോ കിട്ടും, ഡൂയി എഫക്റ്റ് കിട്ടും സ്കിന്നിന്. അപ്പോൾ ആ ഹണിയും ഇതിൻ്റെ കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. ദെൻ നമുക്ക് എടുക്കേണ്ട ടെർമറിക്കാണ്. ഈ ടെർമറിക് കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് കുർക്കുമിൻ ഉള്ളത് കൊണ്ട് നമ്മുടെ സ്കിന്നിന് ഉണ്ടാവുന്ന അതായത് ഈവൻ ടോണ്, നമുക്ക് സ്കിന്നിന് ഈവൻ ടോണ് കിട്ടും, നല്ലൊരു കളറും കിട്ടും, ലൈറ്റൺ ചെയ്യും, ഒക്കെ ഉള്ള ഗുണമുള്ളതാണ് ഈ ടെർമറിക്ക്. ദെൻ നമുക്ക് എടുക്കേണ്ട മിൽക്കാണ്. മിൽക്ക് എന്ന് പറഞ്ഞാൽ ലാക്റ്റിക് ആസിഡ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് എന്താ പറയുക, ഭയങ്കര ഫ്രഷ് ലുക്ക് കിട്ടും, ആ ഡൾനെസ് ഒന്ന് കുറയും, കുറച്ചും കൂടെ നമ്മുടെ സ്കിന്നിന് ഷൈനിങ് എഫക്റ്റും കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു പേസ്റ്റി ഫോമാക്കി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഫേസിനൊരു റൗണ്ട് മസാജ് കൊടുത്ത് അപ്ലൈ ചെയ്യാം. എന്നിട്ടൊരു 10 മിനിറ്റ്സ് കഴിഞ്ഞ് വീണ്ടും ഒരു വാം വാട്ടർ എടുത്ത് റൗണ്ട് മസാജ് ചെയ്ത് അതിനെ കഴുകിക്കളയാം. ഇങ്ങനെ നമ്മൾ ഗ്രാജുവലി ഒരു 20 ഡേയ്സ് അടുപ്പിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ക്രമേണ അതിൻ്റെ ആ ഒരു ഡാർക്ക്നെസ് കുറഞ്ഞ് ഈവൻ ടോണിലേക്ക് എത്തും. ഇതെന്തായാലും ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉള്ളവർ ഇതൊന്ന് ചെയ്ത് നോക്കാം.